നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മണ്ണിടിച്ചിലുണ്ടായ അമ്പലമ്പടി റാക്കാട് ചെക്ക് ഡാം റോഡിൽ സന്ദർശനം നടത്തി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. സ്ഥലമുടമകളുമായി നടത്തിയ ചർച്ചയിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള സ്ഥലം വിട്ടുനൽകാൻ ധാരണ. കനത്ത മഴയെ തുടർന്ന് ധനുഷ്കോടി ദേശീയപാതയിൽ വാളകം പഞ്ചായത്തിലെ അമ്പലമ്പടി റാക്കാട് ചെക്ക് ഡാം റോഡിൽ അഞ്ചുംകവലയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് അഞ്ചുംകവലയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള വലിയ മൺതിട്ട റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. അമ്പലമ്പടിയിൽ നിന്നും 200 മീറ്ററോളം മാറിയുള്ള ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. നിലവിൽ 4 മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡിൽ സുഗമമായ ഗതാഗതം സാധിക്കണമെങ്കിൽ കുറഞ്ഞത് 4 മീറ്റർ കൂടി വീതി കൂട്ടേണ്ടതുണ്ട്. ഇതിനായി റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള സ്ഥലമുടമകളുമായി ജനപ്രതിനിധികൾ ചർച്ച നടത്തുകയും റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ സ്ഥലമുടമകൾ സമ്മതിക്കുകയും ചെയ്തതായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബു ജോൺ പറഞ്ഞു. ഈ റോഡ് എന്ന് പറയുന്നത് എറണാകുളം ഹൈവേയിൽ നിന്ന് റാക്കാട് അമ്പലമ്പടിയിൽ നിന്ന് റാക്കാട് പള്ളി വഴി ചെക്ക് ഡാം വഴി മാറാടി വഴി കടന്നു പോകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു റോഡാണിത്. പക്ഷേ ഈ റോഡ് എല്ലാ സ്ഥലത്തും ഒരു 8 മീറ്റർ അടുത്ത് വീതി ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന നിർദ്ദിഷ്ട സ്ഥലത്ത് ഒരു 3.25 മീറ്ററാണ് വീതിയാണുള്ളത്. 2 സൈഡും അതിഭീകരമായ രീതിയിൽ മണ്ണ് ഏത് സമയത്തും ഇടിയാൻ പാകത്തിനാണ് അവിടെ ഉള്ളത്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴയത്താണ് ഒരു സൈഡ് റൈറ്റ് സൈഡിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണത്. ആ മണ്ണ് ഇടിഞ്ഞു വീണ് ഗതാഗത സ്തംഭനം ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് അധികൃതരും അതിൻ്റെ ബന്ധപ്പെട്ട മെമ്പർമാരും എല്ലാവരും ഇടപെട്ട് ആ മണ്ണ് അവിടെ നീക്കം ചെയ്യുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പെട്ടെന്ന് തന്നെ MLAയുടെ ഒരു ശക്തമായ ഇടപെടൽ മൂലം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും നേതൃത്വത്തിൽ ഇന്നിപ്പോൾ തഹസിൽദാർ, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ജനപ്രതിനിധികളും ഇന്നിപ്പോൾ ഇവിടെ സന്ദർശനം നടത്തിയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ 2 സൈഡിലും 3.25 മീറ്റർ വീതിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 8 മീറ്ററെങ്കിലും ഫുൾ ലെങ്തിൽ ആ റോഡ് കിട്ടിയാൽ മാത്രമായിട്ടാണ് നമുക്ക് റോഡ് നവീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 കൂട്ടരുമായി സംസാരിക്കാൻ പോവുകയാണ്. 2 കൂട്ടരും സംസാരിച്ച് അതിൻ്റെ ഒരു സമവായത്തിൽ എത്തിച്ചുകൊണ്ട് എന്നായാലും ആ റോഡിന് വീതിയെടുത്ത് ആ വീടിൻ്റെ പ്രൊട്ടക്ഷൻ വാൾ കെട്ടി സംരക്ഷിക്കാമെന്ന് മറ്റേ തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ദുരന്ത നിവാരണ അതോറിറ്റിയും MLAയും പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ് MLA പങ്കെടുക്കാത്തത്. അപ്പോൾ അത് ശക്തമായ നടപടി എന്നാലും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉയർന്ന പ്രദേശമായതിനാൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉയരുന്നുണ്ടെന്നും മണ്ണു നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് PWD ഉറപ്പു നൽകിയെന്നും വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ പറഞ്ഞു. മുന്നോട്ട് ഇടിയാൻ സാധ്യതയുണ്ട്. 2 ഭാഗത്തും വിണ്ടു നിൽക്കുകയാണ്. ഇനി ശക്തമായ മഴ 2 ദിവസം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ബാക്കി ഭാഗം കൂടെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് MLAനെ രാവിലെ തന്നെ അറിയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ഇടപെടലുണ്ടാവണമെന്നും ശക്തമായി ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കും. എസ്റ്റിമേറ്റ് ലഭിച്ചാലുടൻ ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. PWDയോട് അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴ തഹസിൽദാർ അഭിലാഷ്, വില്ലേജ് ഓഫീസർ സൈജൻ, PWD AXC, വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബു ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, വാർഡ് അംഗങ്ങളായ രാജേഷ്, ബേസി AB, എൽദോസ്, സുമേഷ് രാമൻ തുടങ്ങിയ ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും സ്ഥലമുടമകളും നാട്ടുകാരും സ്ഥലസന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.